റിപ്പോർട്ടർ മലയാളിയിലേക്ക് സ്വാഗതം. നാഷണൽ ഹെറാൾഡ് കേസിൽ തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ED അറിയിപ്പ് നൽകിയേക്കും. അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത്. എന്നാൽ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുൽ ഗാന്ധിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചിലരെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യാൻ ED ആലോചിക്കുന്നുണ്ട്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ വിചാരണ നടപടികളിലേക്ക് കടക്കും. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സോണിയാഗാന്ധിയെ 3 ദിവസവും രാഹുൽ ഗാന്ധിയെ 5 ദിവസവും നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. അസോസിയേറ്റഡ് ജേർണൽസിന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൈവശമെത്തിയത് എന്നായിരുന്നു ഇരുവരോടും അന്വേഷണ ഏജൻസി ആരാഞ്ഞ പ്രധാന ചോദ്യം. യങ് ഇന്ത്യ കമ്പനിയിലെ 76% ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അസോസിയേറ്റഡ് ജേർണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ED നിലപാട്. യങ് ഇന്ത്യ ലിമിറ്റഡ്, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 751.9 കോടിയുടെ സ്വത്തുക്കൾ ED ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട്. ബജറ്റ് സമ്മേളന കാലഘട്ടത്തിൽ പാർലമെന്റിൽ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ED തനിക്കെതിരെ റെയ്ഡ് നടത്താൻ പദ്ധതിയിടുന്നതായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച ആരോപിച്ചിരുന്നു. ചായയും ബിസ്ക്കറ്റും തയ്യാറാക്കി അവരെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം അന്ന് പരിഹസിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.